ഒരു വർഷം മാത്രമാണ്. അത് ഒരു വർഷവും ഏതാനും മാസങ്ങളും മാത്രമാണ് നേരത്തെ ജയിലിൽ കിടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വടിവാൾ സലീം ഏകദേശം 18 വർഷത്തിലധികം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പൾസർ സുനിക്ക് 12 വർഷവും 5 മാസവും മാത്രം ജയിലിൽ കിടന്നാൽ മതി. പക്ഷേ ഇനിയുള്ള കാലയളവിൽ നമ്മൾ ഇനിയാണ് അറിയേണ്ടത്. കാരണം ഇനിയും കൂടുതൽ നിയമ പോരാട്ടങ്ങൾ ഈ കേസിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കും, അപ്പീൽ നൽകും എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിധിപ്പകർപ്പ് പൂർണ്ണമായും പുറത്തു വന്നാൽ മാത്രമേ എന്തുകൊണ്ട് ഇവർക്ക് ഈ ശിക്ഷ ലഭിച്ചു, എന്തുകൊണ്ട് ദിലീപിനെ ഒഴിവാക്കി, അത്തരം അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തായാലും ഒരു പ്രതീക്ഷ നൽകുന്ന, കാരണം നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച ഈ വാദത്തിനിടെ, ശിക്ഷാ വിധിയിന്മേലുള്ള വാദത്തിനോട് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഇത് സമൂഹത്തിനുള്ളൊരു സന്ദേശമാകണം നടി ആക്രമണ കേസിലെ വിധി എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി ഇപ്പോൾ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം? ജീവപര്യന്തമില്ലെങ്കിൽ കൂടിയും തന്നെ ഒരു കടുത്ത ശിക്ഷ എന്ന രീതിയിൽ തന്നെ പറയാവുന്നതാണ്. കാരണം 20 വർഷമാണ് തടവ് വിധിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റിമാൻഡ് കാലാവധി, അവർ കഴിഞ്ഞിരുന്ന റിമാൻഡ് കാലാവധി ഒഴിവാക്കിയാൽ കൂടിയും, ബാക്കി സമയം ഒഴിവാക്കിയാൽ കൂടിയും ജയിലിൽ കഴിയേണ്ട രീതിയിൽ തന്നെയാണ്. എങ്കിലും ചില കാര്യം പ്രതികൾ അപ്പീൽ നൽകും ഹൈക്കോടതിയിലെന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ജീവപര്യന്തമില്ല, പക്ഷേ മറ്റ് ഗൂഢാലോചന, പ്രേരണ കുറ്റം എന്നിവ നിലനിൽക്കുന്നത് തന്നെയാണ്. IT ആക്ട് 66E പ്രകാരം ഒന്നാം പ്രതിക്ക് 1 ലക്ഷം രൂപയും പിഴ വിധിച്ചിട്ടുണ്ട്. ശിക്ഷ ഓരോ കാലഘട്ടത്തിൽ അനുഭവിക്കണം. ജയിലിൽ കിടന്ന കാലം ഒഴിവാക്കാം എങ്കിൽ കൂടിയും ഇത് ഒരു ശിക്ഷയായിട്ട് തന്നെ, ഒരു സന്ദേശമായിട്ട് തന്നെയാണ് വിലയിരുത്തുകയും ചെയ്യുന്നത്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരണം. ഒപ്പം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, മെമ്മറി കാർഡ്. ഈ കേസ് അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് സംബന്ധിച്ചുള്ള കോടതിയുടെ പരാമർശം തന്നെയാണ് പ്രധാനം. ഒരു ഇരയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന് ആ മെമ്മറി കാർഡ് തിരിച്ച് നൽകണമെന്നത് കോടതി എടുത്തിരിക്കുന്ന ഒരു ഉഗ്രമായൊരു തീരുമാനം തന്നെയാണ്. അഡ്വക്കേറ്റ് CM പ്രകാശ്, ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CM പ്രകാശ് ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് CM പ്രകാശ്, എന്തായാലും കേരളം ആഗ്രഹിച്ചൊരു വിധിയാണ് 20 വർഷം. അതിൽ കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് നേരത്തെ ഇവർ അനുഭവിച്ച, അതായത് പൾസർ സുനി ഉൾപ്പെടെ വിചാരണ കാലയളവിൽ 7 വർഷത്തിലധികം, 7 വർഷവും 7 മാസവും ജയിലിൽ കിടന്നിരുന്നു. അത് ഒഴിവാക്കുമെന്ന് വ്യക്തമാക്കുന്നു. എന്താണ് ഈ ശിക്ഷാവിധിയുടെ വിശദാംശം? മൊത്തത്തിൽ എല്ലാ ഒഫൻസുകളും കൂടി 20 വർഷക്കാലം, അതായത് 376Dക്ക് മിനിമം നൽകാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷമാണ്. ആ 20 വർഷം തടവ്, കഠിന തടവ് 20 വർഷം. പൾസർ സുനിക്ക്, ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഏതാണ്ട് 7 ലക്ഷം രൂപ അടുത്ത് ഇത് നൽകേണ്ടി വരും. അതിൽ 5 ലക്ഷം രൂപ ഇരയ്ക്കാണ് നൽകേണ്ടത്. പിന്നെ ഇരയുടെ മോതിരം തിരിച്ചു നൽകാൻ ഉത്തരവുണ്ട്. അതുപോലെ തന്നെ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കൈവശമുണ്ട്. അത് ഇരയുടെ സ്വകാര്യതയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇരയ്ക്ക് അത് തിരിച്ചു നൽകണം. ഇതാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഈ എല്ലാ ഒഫൻസിനും കൂടി ഒറ്റ കാലയളവിൽ തന്നെ ശിക്ഷ അനുഭവിച്ചാൽ മതി. ഒപ്പം തന്നെ നേരത്തെ ടോം സൂചിപ്പിച്ച പോലെ തന്നെ പ്രതികൾ ഏറെക്കാലം ജയിലിൽ കിടന്നതാണ്. ആ ജയിലിൽ കിടന്ന കാലയളവ് ഒഴിച്ചുള്ള ബാക്കി ഇത് മാത്രം ഇനി അനുഭവിച്ചാൽ മതി. നേരത്തെ പൾസർ സുനി 7 വർഷവും 6 മാസവും 29 ദിവസവും ആണ് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബാക്കി 20 വർഷം എന്ന് പറയുമ്പോൾ ഈ 7.5 വർഷം കഴിച്ചിട്ടുള്ള ബാക്കി കാലയളവിൽ മാത്രം ജയിൽവാസം അനുഷ്ഠിച്ചാൽ മതി. മാർട്ടിൻ 5.5 വർഷവും 21 ദിവസമാണ്. മണികണ്ഠൻ 4 വർഷവും 8 മാസവുമാണ്. വിജേഷ് VP 5 വർഷവും 1 മാസവുമാണ് ജയിലിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളത്. സലീം H 1 വർഷവും 11 മാസവും. പ്രദീപ് 6ാം പ്രതി 3 വർഷവും 3 മാസവും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവർക്കും, എല്ലാ പ്രതികൾക്കും 20 വർഷമാണ് തടവ്. ഈ കാലയളവ്, അതായത് ജയിലിൽ കിടന്നിട്ടുള്ള കാലയളവ് കഴിച്ചിട്ടുള്ള ബാക്കി സമയത്താണ് അവർ ഇനി ജയിൽവാസം അനുഭവിക്കേണ്ടി വരിക. എല്ലാവരെയും ഇപ്പോൾ തന്നെ തൃശ്ശൂർ ജയിലിലേക്ക് മാറ്റും. മറ്റേ പ്രതികളുടെ അഭിഭാഷകർ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിന് വേണ്ടി വക്കാലത്ത് പ്രതികൾ നൽകേണ്ടതുണ്ട്. ആ വക്കാലത്ത് ഒപ്പിടാൻ വേണ്ടിയുള്ള അനുവാദം കോടതിയോട് ചോദിച്ചു. കോടതി അത് അനുവദിക്കുകയും ചെയ്തു. 6ാം പ്രതി പ്രദീപ് മാത്രം അദ്ദേഹത്തിന് ജയിലിൽ ചില സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചു. അത് പിന്നീട് പരിഗണിച്ചോളാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ജയിലിനകത്ത് പ്രതികൾ നേരിടേണ്ടി വന്നാൽ അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അതാത് അഭിഭാഷകർക്ക് കോടതി
നിർദ്ദേശവും നൽകി. വളരെ സെൻസേഷണലായിട്ടുള്ള ഒരു ന്യൂസ് ഒരു കേസായിരുന്നു ഇത് എന്ന ആമുഖത്തോടെയാണ് ശിക്ഷ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ സെൻസേഷനിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ വിധിയിലോ ശിക്ഷാ പ്രഖ്യാപനത്തിലോ കോടതിയെ ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ ശേഷമാണ് ഈ 20 വർഷത്തെ കഠിന തടവും ഒപ്പം തന്നെ 5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. നിലവിൽ IT ആക്ട് പ്രകാരം IT ആക്ട് 66ഉം 67E പ്രകാരം അത് ദൃശ്യങ്ങൾ പകർത്തുക, അത് പ്രചരിപ്പിക്കുക, അത് ഒന്നാം പ്രതിക്കും 3-ാം പ്രതിക്കുമാണ് അതിലുള്ള ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് എല്ലാ പ്രതികളും സമാനമായ കുറ്റകൃത്യം ചെയ്തവരാണ്. അതായത് ഈ ബലാത്സംഗം എന്നത് നേരത്തെ കോടതി ഈ ശിക്ഷാവിധിയിന്മേലുള്ള വാദത്തിനിടെ ചൂണ്ടിക്കാണിച്ച കാര്യം പൾസർ സുനിക്കെതിരെ മാത്രമാണ് ബലാത്സംഗം തെളിഞ്ഞതെന്നാണ്. അത് ബലാത്സംഗം ചെയ്തത് നേരിട്ട് പൾസർ സുനിയാണ്. പക്ഷേ അതിനുള്ള സഹായം കൃത്യമായും ചെയ്തു കൊടുത്തു, സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത് മറ്റു പ്രതികളാണെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി പൂർണ്ണമായി അംഗീകരിച്ചതെന്ന് തന്നെയല്ലേ ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എല്ലാ പ്രതികളും 376D പ്രകാരമുള്ള കൂട്ടബലാത്സംഗത്തിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമായിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ജീവപര്യന്തം ശിക്ഷയില്ല എന്നതാണ്. അതായത് 376D കൂട്ടബലാത്സംഗത്തിനുള്ള പരമാവധി ശിക്ഷ ജീവപര്യന്തമാണ്. മിനിമം 20 വർഷമാണ്. ആ മിനിമം ശിക്ഷയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പരമാവധി ശിക്ഷയായിട്ട് ജീവപര്യന്തം പ്രതികൾക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ നേരത്തെ ജീവപര്യന്തം ശിക്ഷ ലഭിക്കുമോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. കാരണം അവിടെ ഈ കേസ് ഡൽഹിയിലെ നിർഭയ കേസുമായി ഇതിനെ താരതമ്യം ചെയ്യരുത് എന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതായത് ആ രീതിയിൽ ഇതൊരു വാഹനത്തിനുള്ളിൽ വെച്ച് നടന്ന കൂട്ടബലാത്സംഗമാണ്. മാത്രമല്ല നിർഭയ കേസിനേക്കാളും ക്രൂരമായ രീതിയിലുള്ള ഈ അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു, അത് പ്രചരിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുന്നു. അങ്ങനെ 12ഓളം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് തെളിഞ്ഞത്. എന്തുകൊണ്ടായിരിക്കാം ജീവപര്യന്തം ശിക്ഷയിൽ നിന്നും അത്ര ഒരു ഇതിലേറ്റവും കൂടിയ ശിക്ഷ, പരമാവധി ശിക്ഷ എന്ന ജീവപര്യന്തം ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കാതിരുന്നത്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇതിൽ ഏറ്റവും മാക്സിമം ശിക്ഷയാണ്. മാക്സിമം ശിക്ഷയിലേക്ക് പോയിട്ടില്ല. മിനിമം 20 വർഷം എന്ന തരത്തിലേക്കാണ് ശിക്ഷപ്പെടുന്നത്. പിന്നെ പ്രതികളുടെ ആൻറ്റിസിഡൻസ്, അതായത് മുൻകാല അവരുടെ സ്വഭാവം, ക്രിമിനൽ ആക്ടിവിറ്റീസിൽ മറ്റു കേസുകളിലും പ്രതികളാണോ, അവരുടെ ജയിലിനകത്തുള്ള പെരുമാറ്റം, ഇതെല്ലാം സ്വാധീനിക്കുന്നുണ്ടാവും. ഒപ്പം തന്നെ ഇവർക്ക് അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണോ, ഒരു സ്ഥിരമായിട്ടുള്ള കുറ്റവാളികളാണോ എന്നടക്കമുള്ള പരിശോധനയും അത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സ്വാഭാവികമായും ജീവപര്യന്തം ഒഴിവാക്കിയിട്ടുണ്ടാവുക. ഇനി കാരണം പ്രതിഭാഗം ഇപ്പോൾ പ്രോസിക്യൂട്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കറിയാതെ